ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1990 പുറത്തിറങ്ങിയ മനോഹരമായൊരു കുടുംബചിത്രമാണ് കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന മലയാള സിനിമ. ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടമായ വിനയചന്ദ്രക്കുറുപ്പ് എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതമാണ് സിനിമയുടെ ഇതിവൃത്തം. കഷ്ടപ്പാടുകൾ നിറഞ്ഞ യൗവനത്തിൽ കുടുംബത്തിലുള്ള അമ്മയെയും അനുജനെയും ഒക്കെ സംരക്ഷിച്ച് കുടുംബത്തെ അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കണക്ക് പുസ്തകമുണ്ട്. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തു, എത്രയൊക്കെ പണം ചെലവാക്കി എന്ന് കൃത്യമായി ആ പുസ്തകത്തെ രേഖപ്പെടുത്തുകയും ഇടയ്ക്കൊക്കെ അത് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ശീലം വിനയചന്ദ്രനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ശീലം കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൂടെ കഥ പുരോഗമിക്കുന്നു. ഇന്ന് കണക്ക് പുസ്തകമായി നടക്കുന്ന പല വിനയചന്ദ്രന്മാരെയും നമ്മുടെ ഇടയിൽ കാണാനായിട്ട് സാധിക്കും. മക്കൾക്ക് വേണ്ടി തങ്ങൾ ചെയ്യുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് മാതാപിതാക്കളും വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് മക്കൾ ചെയ്യുന്ന ത്യാഗത്തെക്കുറിച്ച് മക്കളും കണക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും അവൾ എന്നെ തനിച്ചാക്കി പോയി എന്നും എന്റെ പണമെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നും പരിഭവിക്കുന്നതും കേട്ടിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസ് 6:30 മുതൽ കർത്താവ് പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പാപികളെ സ്നേഹിക്കണം, മടക്കി കിട്ടുമെന്ന് വിചാരിച്ചല്ല, മറിച്ച് ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കുന്നു. കണക്ക് പുസ്തകങ്ങളൊക്കെ നല്ലതാണ്, ജീവിതത്തിലെ വരവും ചിലവും ഒക്കെ അറിയാൻ സാധിക്കും. പക്ഷെ ആ പുസ്തകത്തിൽ മറ്റുള്ളവർക്ക് ചെയ്ത നന്മകളും സഹായങ്ങളും ഒക്കെ സ്ഥാനം പിടിക്കുമ്പോൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കൊന്നും വിലയില്ലാതായി മാറും. കണക്ക് പറയുന്നതും അത് മനസ്സിൽ സൂക്ഷിക്കുന്നതുമെല്ലാം തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതൊന്നും നന്മയാകില്ല, അതെല്ലാം വെറും കടങ്ങൾ മാത്രമാണ്. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് കണക്ക് പറയുന്നവർക്ക് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ചെയ്ത നന്മകളുടെ കണക്കുകൾ സൂക്ഷിച്ച് അതിന് പ്രതിഫലവും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവസാനം നിരാശ മാത്രമായിരിക്കും ഫലം. ആയതിനാൽ നമുക്ക് നമ്മുടെ കണക്ക് പുസ്തകങ്ങളൊക്കെ ഇല്ലാതാക്കാം, പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടും